നമസ്കാരം. കാളീസ് ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഹോം വെയർ ഫ്രോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് ഫ്രോക്ക് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, എല്ലാം കണ്ടു നോക്കിയാലോ. രണ്ട് മെഷർമെൻറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ആ ജയ്പൂർ കോട്ടൺ ഫ്രോക്ക് എന്ന് നമ്മൾ പറയുന്ന ആ ഫ്രോക്ക്, അല്ല ഏപ്രിൽ ഫ്രോക്ക്, രണ്ട് രീതിയിലും ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ആ ഫ്രോക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. സാധാരണ കൊണ്ടുവരുന്ന മെഷർമെൻ്റ് അല്ല കേട്ടോ. കണ്ടു നോക്കുള്ളൂ, നല്ല മെറ്റീരിയലാണ്. നമ്മളിത് കുറേ പ്രാവശ്യം ചെയ്തതാണ് ഈ വന്നേക്കുന്നത്. യോക്ക് പോർഷനിലെ താരതമ്യേന ചെറിയ പ്രിൻറ്റുകളും താഴത്തേക്ക് വരുന്തോറും വലിയ പ്രിൻറ്റുകളും നല്ല വിരിവുമുള്ള ഫ്രോക്കാണ് ജയ്പൂർ കോട്ടണിൽ വരുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ബസ് സൈസ് വരുന്നത് 38 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചസ് ആണ് കേട്ടോ. നല്ല സൈസിലാണ് വന്നേക്കുന്നത്. പ്രൈസ് വരുന്നതാവട്ടെ 210 ആണ്, 210 രൂപയാണ് കേട്ടോ വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നതും അടിപൊളി ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. മെഷർമെൻറ്റ് എല്ലാം സെയിം ആണ് കണ്ടോ. ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. ചെറിയ ഫ്രോക്ക് അല്ലേ. സാധാരണ നമ്മൾ കാണുമ്പോൾ ഒത്തിരി വലുതാണ്, 42-ലൊക്കെയാണ് ഇത് വരാറ്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ളത്, അല്ലെങ്കിൽ ഇത്തിരി വലിയ സൈസുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ മീഡിയം ഫ്രെയിമിലുള്ള കുട്ടികൾക്ക് പറ്റിയത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. നല്ല പ്രിൻ്റാണ് ഓരോന്നും. അടുത്തത് വരുന്നത് നോക്കി, ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതിനും ഇതേപോലെ ഞാൻ കാണിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണെങ്കിലും ഉള്ളിൽ സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുന്നി ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നി ചേർക്കാം. താരതമ്യേന ഇറക്കക്കുറവാണ്. മറ്റേത് 49 ഇഞ്ചസ് 50 ഇഞ്ചസ് വരെയൊക്കെ ലെങ്ത്ത് വരുന്നതാണ്. ഭംഗിയുള്ള കോട്ടൺ ഫ്രോക്കാണ്. 210 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഉള്ളിൽ ചെറിയൊരു സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. അടുത്തത് വന്നേക്കുന്നത് നോക്കി, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് കേട്ടോ. ജയ്പൂർ കോട്ടൻ്റെ ആ ഫ്രോക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രോക്ക് നൈറ്റീൻ അല്ലെങ്കിൽ ഫ്രോക്ക് എന്ന് വിളിക്കുന്ന ടൈപ്പിലുള്ളതാണ് കണ്ടോ. നല്ലൊരു ബാന്ധിനി പ്രിൻ്റ് പോലത്തെ പ്രിൻ്റാണ് വന്നേക്കുന്നത്. ബേസ് മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇവിടെ റഫിൾഡായിട്ടൊരു നെക്കാണ് കൊടുത്തേക്കുന്നത് കണ്ടോ. നല്ലൊരു ഷാലോ വി ഷേപ്പിലാണ് നെക്ക് വന്നേക്കുക. ഉടുപ്പിൻ്റെ താഴെയും ഈ ഹെം പോർഷനിലായിട്ടും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുമൊക്കെ ചെയ്ത് വന്നേക്കുന്ന പാറ്റേൺ ആണ്. മെഷർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ബസ് സൈസ് വരുന്നത് 46 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് 44. അന്നൊക്കെ നമ്മൾ 42 കൊണ്ടുവന്നപ്പോൾ ഇത്തിരിയുടെ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൈസ് വരുന്നത് 270 മാത്രമാണ്. അതൊരു ഷാലോ വി ആയിരുന്നെങ്കിൽ റഫിൾ നെക്ക് ഇവിടെ റൗണ്ടായിട്ടാണ് വരിക കേട്ടോ. ഇതും ഒരു ഡീപ്പ് മെറൂൺ അല്ലെങ്കിൽ ബ്രൗണിനോട് അടുത്ത്, കോഫി ബ്രൗണിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് ഇതും വന്നേക്കുന്നത്. കണ്ടു നോക്കിയേ, മാംഗോ ഡിസൈനൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് കോട്ടണിൽ വന്നേക്കുന്ന ഫ്രോക്ക് നൈറ്റീസാണ്. പ്രൈസ് വരുന്നത് 270. മെഷർമെൻറ്റൊക്കെ എല്ലാത്തിൻ്റെയും സെയിം ആണ് കേട്ടോ. ബസ് സൈസ് വരുന്നത് 46 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ് കണ്ടോ. ഭംഗിയുള്ളൊരു മാംഗോ ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത്. ഇത് ബേസ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ. ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന നേവി ബ്ലൂ, അത്ര ഡാർക്കായിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. റെഡ് കൊണ്ടാണ് ഇതിനകത്ത് നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, റെഡിഷ് മെറൂൺ. അതിനകത്തൊരു കോഫി കളറിലുള്ളതാണ് ഇതാ വന്നേക്കുന്നത്. റഫിൾ നെക്ക് ഭംഗിയായിട്ടുള്ളതാണ്. താഴെയൊക്കെ കണ്ടോ, താഴെ ആ ഫ്രീസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന കോട്ടൺ ഫ്രോക്കാണ്. നമുക്ക് മെറ്റേണിറ്റി വെയർ ആയിട്ടുമൊക്കെ യൂസ് ചെയ്യാം. നല്ല ലൂസിൽ കിടക്കുന്നതാണ്. നൈറ്റി ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ലൂസ് ഡ്രസ്സ് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ റഫിൾ നെക്കും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ഒരു കുർത്തി കിടക്കുന്ന പോലെ കിടക്കുന്ന ഒരു ഫ്രോക്കാണ് വന്നേക്കുന്നത്. ട്രൈ ചെയ്യാനായിട്ട് വേസ്റ്റ് ബാൻഡ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഡോറീസ് അവൈലബിൾ ആണ്. താഴെ ഇതേപോലെ ഫ്രിൽസ് വന്നിട്ടുണ്ട്. നല്ലൊരു എയർലൈൻ കട്ടിൽ കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്ന അടിപൊളി ഫ്രോക്കാണ്. പ്രൈസ് വരുന്നത് 270 മാത്രമാണ്. അപ്പോൾ രണ്ട് ഭംഗിയുള്ള വെറൈറ്റി ഫ്രോക്സ് രണ്ട് മെഷർമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പറ്റുന്ന രീതിയിലായിട്ടോ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കാളിസിന് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒന്നുകൂടെ സന്തോഷമായി. നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം കാളിസ്.